രോഹിത്, അതായത് താങ്കളൊരു പീഡിയാട്രീഷ്യൻ കൂടിയാണ്. അപ്പോൾ ഈ കുട്ടികളുടെ കാര്യത്തിലാണ് ഏറ്റവും വലിയൊരു ആശങ്ക. കാരണം ഈ മഴ വരുമ്പോൾ ഇവർ സ്കൂളിലേക്ക് പോകുന്നു. ഇപ്പോൾ ജൂൺ ആണ്, അപ്പോൾ സ്കൂൾ തുറന്നു, സ്കൂളിലേക്ക് പോകുന്നു. പിന്നീട് ഈ മഴക്കാലവുമായി ബന്ധപ്പെട്ട രോഗങ്ങൾ, ഇപ്പോൾ പ്രളയത്തിൻ്റെ അനുഭവവും ഓർമ്മയും ഒന്നും വേണ്ട, അതിനപ്പുറത്തേക്ക് ചില ആശങ്കകളാണ്. അത് ശാസ്ത്രീയമായി ഡോക്ടർ അഭിലാഷ് വിശദീകരിച്ചു. പക്ഷേ കൊറോണ ഉണ്ടായിരുന്നു, ഡെങ്കു അടക്കമുള്ള പല വിധത്തിലുള്ള ഫീവറുകളും നമ്മളെ ഈ മഴക്കാലത്താണ് കൂടുതലായി അറ്റാക്ക് ചെയ്യാറുള്ളത്. അപ്പോൾ എന്തൊക്കെ ക്രമീകരണങ്ങളാണ് ഈ വിഷയത്തിൽ വരുത്തേണ്ടത് എന്നൊന്ന് വിശദീകരിച്ചാൽ, പ്രത്യേകിച്ചൊരു കുട്ടികളുടെ പരിപ്രേക്ഷ്യത്തിൽ. അജിംഷ, നമ്മൾ ശാസ്ത്രജ്ഞനായ രാജഗോപാൽ സാറും കാലാവസ്ഥ വിദഗ്ധനായ ഡോക്ടർ അഭിലാഷും പറഞ്ഞ കണക്ക് ഓഗസ്റ്റ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു വലിയ മഴക്കാലത്തെയാണ് മുന്നിൽ കാണുന്നത്. അതിനൊപ്പം നമ്മുടെ മാധ്യമപ്രവർത്തകനായ ജയചന്ദ്രൻ സാർ പറഞ്ഞ കണക്ക് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളമുള്ള മാലിന്യ കൂമ്പാരങ്ങൾ ഇതിനു മുമ്പ് ഉള്ള മഴക്കാലങ്ങളെക്കാളും ഇപ്പോൾ നമുക്ക് വരാൻ പോകുന്ന മഴക്കാലത്തെ ഒരു ആരോഗ്യ വിപത്തായി മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ മഴക്കാല രോഗങ്ങൾ എന്ന് പറയുമ്പോൾ മഴവെള്ളവും മാലിന്യവും കൂടെ ചേർന്ന് മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളും, പിന്നെ മഴക്കാലത്ത് മഴവെള്ളം കെട്ടിനിന്ന് കൊതുകിന്റെ പ്രജനനം മൂലം കൊതുകുജന്യമായ രോഗങ്ങളും, ഇങ്ങനെ രണ്ട് പ്രധാന ഗ്രൂപ്പിലുള്ള രോഗങ്ങളാണുള്ളത്. ഒന്ന്, മലിനജലം പകരുന്നത് മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങൾ പ്രധാനമായും 4 എണ്ണത്തിനെയാണ് നമുക്ക് ഒരു പൊതുജന ആരോഗ്യത്തിന്റെ വീക്ഷണകോണിൽ നിന്ന് നോക്കുമ്പോൾ നമ്മൾ പ്രതിരോധിക്കേണ്ടത്. ഒന്ന് ഹെപ്പറ്റൈറ്റിസ് എ, വേറൊന്ന് പ്രത്യേകിച്ച് കുട്ടികളിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് വയറിളക്ക രോഗങ്ങൾ, കോളറ അല്ലെങ്കിൽ അതിസാരം വരെ വരാവുന്ന തരത്തിലുള്ള വയറിളക്ക രോഗങ്ങൾ. പിന്നെ നമ്മളൊക്കെ ഒരിക്കൽ കൺട്രോൾ ആക്കിയിരുന്ന ടൈഫോയിഡും എല്ലാം ഇപ്പോൾ കൂടിക്കൊണ്ടിരിക്കുകയാണ്. മൂന്നാമത്തെ. നാലാമത്തെ, മലിനജലത്തിലൂടെ ഏറ്റവും കൂടുതൽ പകരാൻ സാധ്യതയുള്ളത് എലിപ്പനി മുതലായ രോഗം. ഇത് ഒരു സൈഡിൽ. മറ്റ് ഒരെണ്ണമെന്ന് പറയുന്നത് മഴവെള്ളം കെട്ടി നിന്ന് കൊതുകിലൂടെ പകരുന്ന. അതിലാണ് നമ്മൾ എല്ലാ തവണയും കാണുന്ന കണക്ക് ഒരു മഴക്കാലം കഴിയുന്നു, ഡെങ്കുവിന്റെ കേസ് കൂടുന്നു, ഡെങ്കു കേസുകൾ, ചിക്കൻ ഗുനിയ മുതലായ. ഇതിൽ പ്രധാനമായിട്ട് നമുക്കെല്ലാം അറിയാവുന്നതാണ്, പല ഹോട്ടലുകൾ ഉൾപ്പെടെ പലയിടത്തുനിന്നും അവിടെ നിന്നുള്ള മാലിന്യങ്ങൾ മുമ്പിലുള്ള ഓടകളിലേക്ക് തള്ളിവിടുന്നുണ്ട്. ഇത് കാരണം മനുഷ്യന്റെ മലമൂത്ര വിസർജ്യങ്ങൾ പൊതുജനത്തിന് ജലസ്രോതസ്സായിട്ട് ഉപയോഗിക്കുന്ന പലയിടത്തും എത്തിപ്പെടുകയും അതുവഴി ഉണ്ടാകുന്നതാണ് പ്രധാനമായിട്ടും ഹെപ്പറ്റൈറ്റിസ് എ പോലെ. ഇതിനെ പ്രതിരോധിക്കാൻ പ്രധാനമായിട്ടും കുട്ടികളിൽ ഓപ്ഷണൽ വാക്സിനായിട്ട് ഹെപ്പറ്റൈറ്റിസ് എ വാക്സിൻ ഉണ്ട്. അതിനേക്കാളും ഈ മലിനജലത്തിലൂടെ പകരുന്ന രോഗങ്ങളുടെ പ്രധാനമായിട്ടൊരു പ്രതിരോധിക്കുന്ന രീതി എന്ന് പറയുന്നത് വ്യക്തി ശുചിത്വവും പരിസര ശുചിത്വവും. നേരത്തെ മാധ്യമപ്രവർത്തകനായ ജയചന്ദ്രൻ സാർ ചോദിച്ച കണക്ക് മഴക്കാലം വരുന്നതിന് മുമ്പ് ഉള്ള മുന്നൊരുക്കങ്ങൾ എല്ലാ കൊല്ലവും നമ്മൾ ചെയ്യുന്നതാണ്. ഇക്കൊല്ലം ചെയ്തതിൽ ആകെ 2 പ്രശ്നങ്ങളുള്ളതെന്ന് പറയുന്നത് ബ്രഹ്മപുരത്തെ തീപിടുത്തവും മറ്റുമായി ബന്ധപ്പെട്ട് കൊച്ചിയിലെ മാലിന്യം പൂർണ്ണമായിട്ട് നമുക്ക് മാറ്റാൻ പറ്റിയില്ല. 2, അവിടെ ഇവിടെയായി ഉണ്ടായ മരുന്ന് സംഭരിച്ച് നമ്മൾ കാത്തു സൂക്ഷിക്കുന്ന സ്ഥലങ്ങളിൽ ബ്ലീച്ചിങ് പൗഡർ ഉൾപ്പെടെയുള്ള തീപിടുത്തത്തിലൂടെ നമ്മുടെ പ്രിപ്പറേഷൻ, ബ്ലീച്ചിങ് പൗഡറൊക്കെ നമ്മൾ ഇത്രയും സ്റ്റോർ ചെയ്തത് പോലും വരുന്ന ഒരു മഴക്കാലത്തെ നേരിടാനായിട്ടാണ്. അപ്പോൾ ഹെപ്പറ്റൈറ്റിസിന് 1 വാക്സിനേഷൻ ഉണ്ട്, 2 അത് വരാതിരിക്കാനായിട്ട് കുടിവെള്ളം, തിളപ്പിച്ചാറ്റിയ കുടിവെള്ളം മാത്രം ഉപയോഗിക്കുക, പഴങ്ങളും പച്ചക്കറികളും കഴുകി മാത്രം ഉപയോഗിക്കുക, മലമൂത്ര വിസർജ്യത്തിന് ശേഷം സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക, പൊതുസ്ഥലങ്ങളിൽ മലമൂത്ര വിസർജ്യം ചെയ്യാതിരിക്കുക, ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പും ശേഷവും സോപ്പും വെള്ളവും ഉപയോഗിച്ച് കൈ കഴുകുക. ഇങ്ങനെ നമ്മളാൽ ചെയ്യുന്ന ചില വ്യക്തി ശുചിത്വ കാര്യങ്ങളുണ്ട്. അതിനൊപ്പം തന്നെ പരിസര ശുചിത്വം. അജിംഷ വളരെ കറക്റ്റായി പറഞ്ഞ കണക്കാണ്, മഴ വരുന്നതിന് മുമ്പ് ഉണങ്ങിക്കിടക്കുന്ന മാലിന്യങ്ങൾ നമുക്ക് പെട്ടെന്ന് തൂത്തുമാറ്റി കത്തിക്കുക, അല്ലെങ്കിൽ ആ രീതിയിൽ അതിൽ തന്നെ ഇപ്പം നമ്മുടെ ഈ കൊച്ചി പോലുള്ള മെട്രോ സിറ്റീസിലോട്ട് വരുമ്പം സോഴ്സിൽ തന്നെ മാലിന്യങ്ങളെ സെപ്പറേറ്റ് ചെയ്യുക, സെഗ്രിഗേഷൻ അറ്റ് സോഴ്സ്. പ്ലാസ്റ്റിക് ഉൾപ്പെടെയുള്ള മാലിന്യങ്ങൾ പ്രത്യേകമായും ഭക്ഷണ സംബന്ധമായ മാലിന്യങ്ങൾ പ്രത്യേകമായും. അതിൻ്റെ ആദ്യത്തെ നമ്മുടെ സിസ്റ്റം എന്ന് പറയുന്നത് ഇതിനെല്ലാം കൂടെ കളക്ഷൻ ചെയ്ത് ഒരിടത്ത് കൊണ്ടുപോയി സംസ്കരിക്കുകയാണെങ്കിൽ ഇപ്പോൾ സോഴ്സിൽ തന്നെ സംസ്കരിക്കുന്നതാണ് നല്ല എന്നാണ് പല പഠനങ്ങളും കാണിക്കുന്നത്. പിന്നെ കോളറയും മറ്റ് വയറിളക്ക രോഗങ്ങൾ, അതിൻ്റെ മെയിനായിട്ടുള്ള മരണകാരണം എന്ന് പറയുന്നത് കോളറ പോലുള്ള രോഗങ്ങളിൽ നമ്മുടെ കഞ്ഞിവെള്ളം കണക്ക് നല്ല രീതിയിൽ അങ്ങ് ലൂസ് ടൂൾസ് ആയിട്ട് പോയിട്ട് വയറിളക്കമായിട്ട് പോയിട്ട് ശരീരത്തിന് നീർജലീകരണം വന്നും തന്മൂലമാണ് മരണം സംഭവിക്കുന്നത്. അപ്പോൾ അവിടെ ORS, ഉപ്പിട്ട നാരങ്ങ വെള്ളം, കഞ്ഞിവെള്ളം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ കുട്ടികൾക്ക് കൊടുത്ത് എത്രത്തോളം ഛർദ്ദിൽ വയറ്റിളക്കം ഉണ്ടോ, ശരീരത്തിന് എത്രത്തോളം നീർജലീകരണം സംഭവിക്കുന്നു,
അതിനെ ഓവർകം ചെയ്യാനായിട്ട് അത്രത്തോളം ഹൈഡ്രേഷൻ ചെയ്യുക. കോളറ പോലുള്ള രോഗങ്ങൾക്ക് ആന്റിബയോട്ടിക് ചികിത്സ ഡോക്ടർ നോക്കിയിട്ട് വേണമെങ്കിൽ നൽകുന്നതുമാണ്. ലെപ്റ്റോസ്പൈറോസിസ്, എലിപ്പനി എന്നൊക്കെ പറയുന്നത് ഈ മാലിന്യ കൂമ്പാരങ്ങൾ കൊച്ചിയിൽ പ്രത്യേകിച്ച് അവിടെ എലികൾ കൂടുന്നു. എലിയുടെ മൂത്രത്തിലൂടെയും മറ്റും ലെപ്റ്റോസ്പൈറയ്ക്ക് കാരണമായ ബാക്ടീരിയ വെള്ളത്തിലേക്ക് കലരുകയും ഒരു മുറിവുള്ള കാലിലോ മറ്റോ ചെറിയ മുറിവുകളുണ്ടെങ്കിൽ അതുമായി മലിനജലത്തിലൂടെ നടക്കുമ്പോഴത്തേക്ക് ഈ മുറിവുകളിലൂടെ രോഗാണു ഉള്ളിൽ പ്രവേശിക്കുകയും എലിപ്പനി മുതലായ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും. ഇതിന് നമ്മൾ പണ്ട് പ്രണയകാലത്ത് 2018 പ്രളയകാലത്ത് ഡോക്സിസൈക്ലിൻ ഗുളിക, പ്രത്യേകിച്ച് പ്രളയത്തിന് സന്നദ്ധ പ്രവർത്തകരായി വന്നവർക്കും പ്രളയത്തിൽ ജലത്താൽ ചുറ്റപ്പെട്ട് കഴിഞ്ഞിരുന്ന സ്ഥലങ്ങളിൽ നമ്മൾ ഡോക്സിസൈക്ലിൻ ഗുളികയും മറ്റും കൊടുത്തിരുന്നു. അതേ കണക്കുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളുണ്ട്. കൊതുക് സംബന്ധിച്ച് പകരുന്ന രോഗങ്ങളിൽ നമ്മളും കൂടെ കുറച്ച് മുൻകൈ എടുക്കേണ്ടതാണ്. ഓരോ വീട്ടുകാരും അവരുടെ ചുറ്റും ചിരട്ടയിലായിക്കോട്ടെ ഒരു ചെറിയ സ്പൂണിലുള്ള വെള്ളത്തിൽ പോലും ഇവർക്ക് മുട്ടയിട്ട് പ്രജനനം നടത്താൻ പറ്റുമെന്നാണ്. അപ്പോൾ അങ്ങനെയുള്ള വെള്ളമെല്ലാം ചിരട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് തിരിച്ചിടുക. ഡ്രൈ ഡേ എന്ന് വെച്ചാൽ ആഴ്ചയിൽ ഒരു ദിവസമെങ്കിലും ചുറ്റും നോക്കുക, എവിടെങ്കിലും ചെറിയ ചെറിയ ടയറിന്റെ ഇതാവാം, അതെല്ലാം തിരിച്ചിടുക. മഴവെള്ളം കെട്ടി ഞാൻ നിൽക്കുന്നത് തിരിച്ചെത്താം ഡോക്ടർ, ഞാൻ തിരിച്ചെത്താം.